കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അങ്ങനെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് അവിടെ ഗണപതി ഭഗവാനെയൊക്കെ ദർശിച്ച് സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലൊക്കെ കാണാം. അതിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകൾ കാണാം, സ്വർണം കെട്ടിച്ച. അതേപോലെ ലക്ഷ്മി ദേവീനെയും കാണാം അതിൻ്റെ നടുക്കായിട്ട്. അതൊക്കെ കണ്ട് നമ്മൾ നേരെ വാതിൽപ്പടി അങ്ങോട്ട് കയറുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് നോക്കിയാൽ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തുന്നത് കാണാം. മേൽപ്പത്തൂരിൻ്റെ പീഠവും കാണാം. അപ്പോൾ അവിടെ നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക. അതേപോലെ വലതേ സൈഡിലുള്ള നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആകെ പ്രകാശാട്ടോ. പ്രകാശം എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ വിളക്കും വെള്ളി വിളക്കിലൊക്കെ ഇങ്ങനെ നെയ്യൊഴിച്ച നെയ്ദീപത്തിൻ്റെ പ്രകാശമാണ്. ഭഗവാന്റെ മേലുള്ള ആടയാഭരണങ്ങളിലെ ആ സ്വർണത്തിൻ്റെയൊക്കെ തിളക്കും. അപ്പോൾ നമുക്ക് കാണാനുള്ള ചെറിയ 2 കാലുകൾ കാണാണ്ട്, കാൽപാദങ്ങൾ, കാൽവളകൾ കാണാണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കിയാൽ പാവുമുണ്ടാണ് ഉടുത്തുന്നത്. ഒരു പാവുമുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ അരയിലൊരു പാവുമുണ്ട് കെട്ടിയിട്ടുമുണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാലൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. പിന്നെ അങ്ങനെ നോക്കിയാൽ 4 തൃക്കൈകളായിട്ട് നാരായണനായിട്ടാട്ടോ, കുഞ്ഞ നാരായണനായിട്ടാണ്. ചെറിയ ഒരു ഉണ്ണി തന്നെയാണ്. ആ ഒരു ഇതിലാണ് നാരായണ സ്വരൂപത്തിലാണ്. ശംഖ് ചക്ര ഗദാ പത്മത്തോടു കൂടി മഹാപ്രഭുവായിട്ട് അങ്ങനെ ശ്രീലകത്ത് നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ശംഖും ചക്രമൊക്കെ സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു താമരപ്പൂവ് ഇങ്ങനെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ തിരുമുടിമാല കെട്ടിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 2 തിരുമുടിമാലകൾ. പിന്നെ വലിയ ഉണ്ടമാല, അതെന്താ വെച്ചാൽ വെളുത്ത പൂവ്, തുളസി, തെച്ചി അങ്ങനെ ആയിട്ടുള്ള ഉണ്ടമാലകൾ 2 എണ്ണം. അങ്ങനെയാണ് ഭഗവാന്റെ ശ്രീലകത്തെ കാണുന്ന കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലേക്ക് നോക്കിയിട്ട് കാണുന്ന ആ കാഴ്ച കാണുക. നമ്മളെല്ലാവരും ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ആ ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ചതുർബാഹുവായിട്ട് തന്നെ നിൽക്കുന്ന ആ രൂപത്തെ കണ്ട് തൊഴുക, ഉണ്ണിക്കണ്ണനെ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളവിടുന്ന് സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴാം. പിന്നെ അങ്ങനെ തിടപ്പള്ളി നോക്കി തൊഴുത് ആ ചുവരിൻ്റെ മുകളിലുള്ള ആലിലക്കണ്ണനെയും കണ്ട് അതേപോലെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വന്ന് ഗണേശൻ്റെ അടുത്തേക്ക് വരിക. ഗണേശൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കിയാൽ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ നോക്കിയാൽ മുഖത്തൊക്കെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് ചാർത്തി വെച്ചിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ പാവുണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം പൂക്കളുണ്ട്, അർച്ചന പൂക്കൾ ധാരാളമുണ്ട്. അപ്പോൾ എല്ലാവരും ഗണേശനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. അവിടെ ആ 2 ഫോട്ടോ ഉണ്ട്. അതിന് മുകളിൽ മാലകൾ ചാർത്തിയിട്ടുണ്ട്. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക കേട്ടോ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ ചെറിയ ഗണേശനെ കാണാം. ഗണേശനെ ഒന്ന് കണ്ട് തൊട്ട് തലോടാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് ആ മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. പിന്നെ വാമനമൂർത്തീനെയും ഗജേന്ദ്രമോക്ഷവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരിക. അവിടെ വരുമ്പോൾ നിറയെ പൂക്കളുണ്ട്. വലിയ വലിയ ഉണ്ടമാലകൾ, താമര ഉണ്ടമാല ഉണ്ട്. അതേപോലെ തുളസി മാലകൾ മേലെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്.
വെളുത്ത പൂവ് ഇങ്ങനെ ധാരാളമുണ്ട്. അപ്പോൾ ആ കാൽപാദത്തിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തൊഴുതാൽ അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും. അങ്ങനെ അവിടെ വന്ന് തൊഴുത് പിന്നെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നരസിംഹമൂർത്തിനെ കാണാം. അതൊന്ന് കണ്ട് തൊഴുത് ഇങ്ങനെ പോരാം. അവിടെ നിന്ന് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, അതേപോലെ ഭാർഗവരാമനൊക്കെ കണ്ട് കൃഷ്ണനെ കാണാം. പിന്നെ മുരുകനെ കാണാം. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുങ്കുമം കുറച്ച് കൂടുതലുണ്ട്. ഒരു തുളസിമാല, ഒരു താമരമാലയും ചാർത്തിയിട്ടുണ്ട്. വെറ്റിലമാലയാണ്. വെറ്റിലമാലയും താമരമാലയുണ്ട്. ഇതാണ് കാണാനുള്ളത്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ ഓവിൻ്റെ അവിടേക്ക് വരിക. ഓവിൻ്റെ അവിടെ വന്നിട്ട് അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നെ നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും അതേപോലെ നൃത്താറയൊക്കെ കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും ആ നടുക്കുള്ള മേൽപ്പത്തൂരിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. പുറത്തേക്ക് വന്ന് നേരെ പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് വാങ്ങി അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് ഇങ്ങനെ വരാം. ഭഗവതിയുടെ അവിടേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ കോർണറിലൊക്കെ കുറച്ച് തിരക്കുണ്ട്. നമുക്കതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോയാൽ സുഖമായിട്ട് തൊഴാം. അങ്ങനെ തൊഴാൻ പോകുമ്പോൾ കാണാൻ പറ്റുന്നത് ഭഗവതി ആ ഗോളക തന്നെയാണ് ഇറക്കിയത്. അങ്ങനെ മുകളിലേക്ക് അങ്ങനെ ചുവന്ന പട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചുവട് തൊട്ട് താഴെയായിട്ട് പച്ച പട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം തെച്ചിപ്പൂക്കളുണ്ട്, താമരപ്പൂക്കളുണ്ട്, ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നന്നായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിൽക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. അപ്പോൾ എന്നിട്ട് ഒന്ന് പ്രദർശനം ചെയ്താൽ മമ്മിയൂർ പോയി ദർശനം നടത്തിയ പോലെയാവും. അതിനുശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും നമുക്ക് ആ ശ്രീലകത്തെ നാരായണനെ ഒന്നുകൂടി കണ്ട് പ്രാർത്ഥിക്കാം, നമസ്കാരം ചെയ്യാം. അതിനുശേഷം കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരിക. അവിടെ ആ കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്ന കാണാം. അപ്പോൾ അവിടെയും വന്ന് നമുക്ക് നമസ്കരിച്ച് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്നാലോ അവിടെ നല്ല കിരീടമൊക്കെ വെച്ച് ഇങ്ങനെ നല്ല സുന്ദരനായിട്ടാട്ടോ ഇരിക്കുന്നത്. മുണ്ടൊക്കെ അങ്ങനെ പാവുകൊണ്ട് തന്നെയാണ് എടുപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ മുകളിലൊരു കറുത്ത പട്ട് എടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ മാല ഉണ്ട്, കാശിമാല പോലത്തെ മാല. അതേപോലെ കാതിൽ കടുക്കനൊക്കെ ഉണ്ട്, നെറ്റിയിൽ ഗോപി വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് അവിടുന്ന് പോന്ന് നമ്മൾ നേരെ പ്രദക്ഷിണം ചെയ്ത് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെ കാണാം. പിന്നെ കൊടിമരത്തിൻ്റെ മുകളിലുള്ള ആ ഗരുഡധ്വജനെയും കണ്ട് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് നമുക്ക് ആ കുളത്തെ, രുദ്രതീർത്ഥ കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ ആ കാളിയമർദ്ദന രൂപി ഇങ്ങനെ നല്ല മഴയിലൊക്കെ കുതിർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നല്ല രസമായിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ നാരായണാലയത്തിലേക്ക് വരിക. അവിടെ വന്നാൽ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹം കാണാം. അതൊന്ന് കണ്ട് തൊഴുത് നമ്മൾ നേരെ ഭഗവതിയുടെ അവിടേക്ക് വരിക. ഭഗവതിയുടെ അവിടെ വന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ച് നമ്മൾക്ക് ആ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ കിഴക്കേ നടയിൽ വന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഒന്നുകൂടി നോക്കിയിട്ട് നാരായണ പ്രഭുവിനെ, മഹാപ്രഭുവിനെ ഒന്നുകൂടി കണ്ട് തൊഴാം. പിന്നെ നമ്മൾ തെക്കേ നടയിലേക്ക് വന്ന് ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതീദേവിനെയൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു.
എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മുടെ എല്ലാവർക്കും, നമ്മുടെ കൂടെയുള്ള ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി അവരവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.